അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ വിലക്കുറവിൽ വാങ്ങാൻ കിട്ടുന്നതും പക്ഷെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ചെറു ചണവിത്താണ്. ഇത് മിക്ക കടകളിലും നമുക്ക് വാങ്ങാൻ കിട്ടും. വളരെയധികം വില കുറവാണ്, പക്ഷെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഫ്ലാക്സീഡില് ഒമേഗ 3 ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ ഒരുപാട് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനത്തിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഷുഗർ ലെവൽ പെട്ടെന്ന് നിയന്ത്രിച്ച് നിർത്താനൊക്കെ ഒരുപാട് സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ് ഈ ഫ്ലാക്സീഡ്. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ഫ്ലാക്സീഡ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് 250 ഗ്രാം ഫ്ലാക്സീഡ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലാക്സീഡ് എല്ലാം അതാ പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ശരീരത്തിലെ വിഷാംശമൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കുരുമുളക് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, ഈ ഒരു വലുപ്പത്തിലുള്ള പട്ട ഇട്ട് കൊടുക്കുക. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് പട്ട ഒരുപാട് നല്ലതാണ്. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ചുക്കാണ്. ഇതൊന്ന് തല്ലി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കഫക്കെട്ട് മാറാനും ദഹനത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ചുക്ക്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 7 ഏലക്കയാണ്. ഇതിന്റെ തൊണ്ട് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. തൊണ്ട് മാറ്റിയ ഏലക്കയുടെ ആ ഒരു സീഡ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ആ ചൂടിലിരുന്ന് തന്നെ ഇത് റോസ്റ്റ് ആയിക്കോളും. ഇനി ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ ഞാനിപ്പോൾ 1 കപ്പ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാധാരണ ഓട്സ് അല്ല, റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഇരിക്കും ഈ ഓട്സ്. അപ്പൊ റോൾഡ് ഓട്സിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും പ്രമേഹ രോഗമുള്ളവർക്കൊക്കെ നല്ലതാണ് ഈ റോൾഡ് ഓട്സ്. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തി അമിതഭാരമൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഒരു 3 മിനിറ്റ് വറുത്തെടുക്കുക. ഓട്സിന്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞു വരണം. ചൂട് മാറിയിട്ട് ഒന്ന് പൊടിച്ച് നോക്കുക. ഇതുപോലെ പൊടിഞ്ഞു വരും. ഇത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് ഒരു 1/2 കപ്പ് ബദാം ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കശുവണ്ടി പരിപ്പും 1/2 കപ്പ് വാൾനട്ടും കൂടി ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യാം. ബദാമൊക്കെ തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഓർമ്മ ശക്തിക്കും ഒക്കെ ഒരു സൂപ്പർ ഫുഡാണ്. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ, പ്രോട്ടീനുകൾ, വിറ്റാമിനുകളെല്ലാം ധാരാളം ഈ ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾനട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം ഉള്ളത് കൊണ്ട് തലച്ചോറിന്റെയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ബദാമിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ ഇ ഉള്ളത് കൊണ്ട് ചർമ്മ സംരക്ഷണത്തിനും കണ്ണുകൾക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. കശുവണ്ടി പരിപ്പ് ഇരുമ്പിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒരു ഉറവിടമാണ്. എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ലതാണ്. ക്യാൻസർ വരാനുള്ള സാധ്യത കുറച്ച് അസ്ഥികളുടെ ആരോഗ്യത്തിനും വിളർച്ച തടയാനും ഊർജ്ജം നൽകാനും ഒക്കെ സഹായിക്കും. ബദാമിന്റെയും കശുവണ്ടി പരിപ്പിന്റെ ഒക്കെ നിറമൊക്കെ മാറി റോസ്റ്റായി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി നെയ്യിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മഖാന ചേർത്ത് കൊടുക്കാം. മഖാന എന്ന് പറയുമ്പോൾ താമര വിത്താണ്. താമര വിത്തൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. വളരെ വിലക്കുറവാണ്. പ്രോട്ടീൻ ഒരുപാടുള്ളതാണ്. ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലും പ്രോട്ടീൻ കൂടുതലുമാണ്. ഇതിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അകാല വാർദ്ധക്യം തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ സഹായിക്കും. പ്രമേഹ രോഗം മാറാനും കൊളസ്ട്രോൾ കുറയാനും ദഹനത്തിനും മലബന്ധം മാറി കിട്ടുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ്. 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതും മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാനിവിടെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം, എന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ കൊപ്ര വേണമെന്നുണ്ടെങ്കിലും 1/2 കപ്പ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് എടുത്താൽ എല്ലാം 1/2 കപ്പ് എടുത്താൽ മതി. അപ്പോൾ അതാ ഇതിന്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ഇതിന്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഫ്ലാക്സ് സീഡ് വറുത്ത് വെച്ചതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഡ്രൈ ആയിട്ടുള്ള പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ പൊടിച്ചെടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഓട്സ് നമ്മൾ വറുത്തെടുത്ത് വെച്ചില്ലേ, അതിന്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ഡ്രൈ നട്ട്സിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത് ഇതിന്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഇതുപോലെ ഓട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇതാക്കിയെടുക്കാം. ചെറിയ ചെറിയ പൊടികളോട് കൂടി മിക്സ് ചെയ്തെടുക്കാം എല്ലാം. അപ്പോൾ അത് നന്നായിട്ട് ഒന്നെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസിന്റെ അളവിലാണ് ശർക്കര എടുക്കുന്നതെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മൾ ഈ പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ശർക്കര ഉരുക്കി കിട്ടും. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓർഗാനിക് ശർക്കരയാണ്. ഇതിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അപ്പോൾ അതായത് തിളച്ച് ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു ഒട്ടുന്ന പരുവം ആവണം. ഒരു നൂൽപ്പാവൊന്നും ആയി പോവരുത്, ഒരു ഒട്ടുന്ന പരുവം ആയാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടുന്ന പരുവം ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ ചൂട് മാറിയിട്ട് ഇതൊന്ന് തൊട്ട് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് നോക്കുക. തൊടുന്ന സമയത്ത് ഇതുപോലെ ഒട്ടുന്നത് പോലെ കണ്ടില്ലേ, ഒട്ടുന്നത് പോലെ അറിയാൻ പറ്റും. ഒരു നൂൽപ്പാവൊന്നും ആയി പോവരുത്. ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കല്ലും മണ്ണും അഴുക്കൊന്നുമില്ല. കല്ലും മണ്ണും പൊടി അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് ആദ്യം പകുതി ശർക്കരപ്പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ എപ്പോഴും ഇത് ചെയ്യാറുള്ളത് കൊണ്ട് എനിക്ക് കറക്റ്റ് പരുവം അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചങ്ങ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുള പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉരുള പിടിച്ച് ഉരുട്ടിയെടുക്കാം. നല്ല എത്രയാണോ നിങ്ങൾക്ക് മിക്സ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നല്ലോണം മുറുക്കി പിടിച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. 2 കൈയും വെച്ചിട്ട് ഇതുപോലെ മുറുക്കി പിടിച്ച് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള പ്രോട്ടീൻ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വരാനിരിക്കുന്ന അസുഖങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ലഡു ദിവസവും കഴിച്ചാൽ മാത്രം മതി. ഒരെണ്ണം വെറും വയറ്റിൽ രാവിലെ കഴിച്ചാൽ മാത്രം മതിയായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും സ്കിന്നിനും എല്ലാത്തിനും ശരീരത്തിലെ വേദനകളെയൊക്കെ മാറ്റുന്നതിന് ഒരുപാട് നല്ലതാണ് ഈ ലഡു ദിവസവും കഴിക്കുന്നത്. ഇത് ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിലിട്ടിട്ട് കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള പ്രോട്ടീൻ ലഡു തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്